അപ്പം നമ്മുടെ ഊടായ്പ് ഭക്ത ഹണി ട്രാപ്പുകാരി വീണ്ടും ബഹളങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതായത് കോഴിക്കോട് കസവ് കേന്ദ്ര, അതെ, വീട്ടിക്കൂടൽ ചടങ്ങിന് ഇടാൻ വേണ്ടിയിട്ട് ആ കടയിൽ നിന്ന് 3500 രൂപയുടെ ഒരു ലെഹങ്ക ഡ്രസ്സ് എടുത്തു. ആ ഡ്രസ്സ് എടുത്തിട്ട് ഇട്ടുപോലും നോക്കിയില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇട്ടുപോലും നോക്കിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. കാരണം അതിട്ട് അങ്ങോട്ട് ചെരിഞ്ഞു ഇങ്ങോട്ട് ചെരിഞ്ഞു, അങ്ങോട്ട് ചാടിയും ഇങ്ങോട്ട് ചാടിയും തുള്ളി കളിക്കുന്ന കുറേ വീഡിയോകൾ നമ്മൾ കണ്ടു. അതൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരി അത് വീട്ടിക്കൂടൽ ചടങ്ങിന് ഇട്ടിട്ട് കൈ വയ്യായിരുന്നു പുള്ളിക്കാരിയുടെ. ഈ വലത് കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി പറയുന്നത് സിബ് എൻ്റെ റെഡി അല്ലാഞ്ഞിട്ടാണ് ഞാൻ ആ കൈ വെച്ചുകൊണ്ടിരുന്നത് എന്നാണ് ഇപ്പോൾ പുള്ളിക്കാരി പറയുന്നത്. പക്ഷെ അത് വെറും നുണയാണ്. കാരണം പുള്ളിക്കാരി വീണ് കൈ ഉളുക്കിയിട്ടാണ് ആ ഒരു കൈ ഇങ്ങനെ മടക്കി പിടിച്ച് വെച്ചുകൊണ്ട് അന്ന് ഒന്നാം തീയതി മുഴുവൻ നടന്നത്. എന്നിട്ട് ആ പുള്ളിക്കാരി അവിടെ നിന്ന് വന്ന് വീണ്ടും ആ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അത് അവിടെ താമരശ്ശേരിയിൽ കഴുകി ഉണക്കാനിട്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. ആ സെയിം ഡ്രസ്സ് അവിടെ കഴുകി ഉണക്കാനിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്നത് അതിൻ്റെ സിബ് ശരിയാവുന്നില്ല എന്നാണ്. സിബ് അതിൻ്റെ ശരിയല്ല എങ്കിൽ ആ തുണിക്കടയിൽ നിന്നും എടുത്ത തുണി അതുപോലെ തന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായ? പകരം അത് ആ ഫംഗ്ഷനിട്ട് ചെളിയിലിട്ട് വാരി അലക്കും ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വീണ്ടും ഈ പുള്ളിക്കാരി അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കുന്നത്. സാധാരണ തുണിക്കടയിൽ വിറ്റ തുണി കടക്കാർ തിരിച്ചെടുക്കാറില്ല. ഇനി അഥവാ പാകമല്ലാണ്ട് നമുക്ക് ചിലപ്പോൾ മാറി തന്നിരിക്കും. അത് പിറ്റേ ദിവസം 1-2 ദിവസത്തിനുള്ളിൽ കൊണ്ടുചെന്ന ബില്ലോട് കൂടി കൊണ്ടുചെന്നാൽ മാത്രമാണ് നമുക്ക് തുണി, ഒന്നില്ലെങ്കിൽ അവർ പൈസ ആയിട്ട് ഒരിക്കലും തരൂല തുണിക്കടക്കാർ. അവർ വേറെ തുണി അവിടെ നിന്ന് അത് പാകമുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടത് വേറെ തരും. അങ്ങനെയാണ് സാധാരണ തുണിക്കടയിൽ കണ്ടുവരുന്നത്. ഇത് പക്ഷേ അവർ പൈസ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഹങ്ക 3500 രൂപയുടെ ഈ ലെഹങ്ക ഇടാണ്ട് കൊണ്ടുപോയി കൊടുക്കാനുള്ള മര്യാദ ഈ സ്ത്രീ കാണിച്ചില്ല. ഒന്നാമത് ഫംഗ്ഷന് ഫുള്ള് ഡേ ഇട്ടിട്ട് അതും കഴിഞ്ഞ് അവിടവും കഴിഞ്ഞ് ഇവർ സിബ് വലിച്ചു കയറ്റിയിട്ടപ്പോൾ കേടായതാണ് ഈ സിബ്. അത് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. കടക്കാരത് സമ്മതിച്ച് ഈ പൈസ തിരിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാരണം, ഈ ശല്യം ഒഴിഞ്ഞു പോകട്ടെ എന്ന് കരുതിയിട്ടാണ് ആ തുണിക്കടക്കാർ, അതായത് കസവ് കേന്ദ്ര, അങ്ങനെയാണ് ആ കോഴിക്കോട് തുണിക്കടയുടെ പേര്. അവർ തിരിച്ചു കൊടുത്ത് ഈ ബാധേനെ ഒഴിവാക്കി വിട്ടതാണ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഒരിക്കലും തുണിക്കടക്കാർ പൈസ തിരിച്ചു കൊടുക്കൂല. അപ്പം അത്രത്തോളം കച്ചറയാണ് ഈ സ്ത്രീ എന്നുള്ളതാണ്. മനസ്സിലായ? അല്ലെങ്കിൽ അവിടെ കിടന്ന് ബഹളം വെക്കിയവർ ആ കടയെ എന്ത് മോശമായിട്ടാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. അവർ ഫുള്ള് മര്യാദ കെട്ട ഒരു ലേഡി ആയതുകൊണ്ട് ആ സാധനം ഇട്ട് നശിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. പക്ഷേ ഇവൾക്കിടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കും അവർ പൈസ കൊടുത്തിട്ട് ഈ സാധനത്തിന് ഒഴിവാക്കി വിട്ടത്. അവർ വേറെ അതിന് പകരം ഡ്രസ്സ് കൊടുത്തില്ല. അവർ പൈസ കൊടുത്തിട്ട് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. ഇനി ആ കടയിലേക്ക് കയറൂലല്ലോ തുണി എടുക്കാനാണെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവളെവിടെ ചെന്നാലും കച്ചറയാണ്. ഈ കച്ചറ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായ ഈ ഡാഷിൻ്റെ മോള് ഇതുപോലെ കച്ചറ കൂടിക്കൊണ്ടിരിക്കും മനുഷ്യന്മാരായിട്ട്. വേണ്ടെങ്കിൽ അത് അതുപോലെ മടക്കി വയ്ക്കുക, എന്നിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് കംപ്ലൈൻറ്റ് പറയുക. അതാണ് ചെയ്യേണ്ടത്. ഇടലും കഴിഞ്ഞ് ആ ഡാൻസും കഴിഞ്ഞ് ഈ ഡാൻസും കഴിഞ്ഞ് തുള്ളലും കഴിഞ്ഞിട്ടാണ് ഈ സാധനം അലക്കിയിട്ടതിന് ശേഷം കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇവിളക്കിടെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് കരണത്ത് അപ്പുറത്തും ഇപ്പുറത്തും മാറി മാറി അടിക്കേണ്ട സമയം കഴിഞ്ഞു. അത്രത്തോളം ചെറ്റ പരിപാടിയാണ് ഇന്ന് ആ സ്ത്രീ കാണിച്ചത്. സ്ത്രീന്ന് ഞാൻ വിളിക്കൂല, ഈ വൃത്തികെട്ട വെറും ഊടായ്പുകാരി, ഹണി ട്രാപ്പുകാരി കാണിച്ചത്. നമ്മൾ കോഴിക്കോട് കസവ് കേന്ദ്രയിലേക്ക് വിളിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് സിബ് അവരിട്ടപ്പോൾ പോയതാണ്, അതിനാണ് അവരിവിടെ വന്ന് ബഹളം വെച്ചിട്ട് അവരിട്ട സിബ് പോയതിൻ്റെ പൈസ ഞങ്ങൾ കൊടുത്ത് ഒഴിവാക്കി വിട്ടതാണ് ഈ സാധനത്തിന് എന്നാണ് പറഞ്ഞത്. ഒരാൾ പോലും അടുപ്പിക്കില്ല ഈ സാധനത്തിന്. മനസ്സിലായോ? ഇവിടെ ഇപ്പം കൊണ്ടു കിടക്കുന്നത് ഈ ജാമിത മാത്രമാണ്. ഓരോരോ കടക്കാർക്കിടെ ഗതികേട് എന്നല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക. വസ്ത്രം വേണ്ടെങ്കിൽ അതേപോലെ അവർക്ക് റിട്ടേൺ കൊടുക്കണം. ഇവർ പറയുന്നത് ഏതോ ഒരു മുസ്ലിം കുട്ടിയാണ് ഇത് നോക്കിയത്. അപ്പോൾ ആ ഒരു ട്രയൽ റൂമിൽ നിന്നിട്ട് ഇവർക്ക് മണിക്കൂറുകളോളം പുറത്തിറങ്ങാണ്ടായപ്പോൾ ഊഹിച്ചുകൂടെയെന്ന് എന്തെങ്കിലും സംഭവം ഉണ്ടായി കാണുന്നു. ഇവൾക്കിടെ കാര്യം അറിയാം. ഇവൾക്ക് ഓരോ കടയിൽ കയറിയിട്ട് ഇവൾ ആ ഡ്രസ്സ് എടുക്കാതെ ആ കടയിൽ കയറി നിന്നിട്ട് ഓരോ ഡ്രസ്സ് ഇട്ടിട്ട് റീൽസ് ചെയ്യണ പെണ്ണും പുള്ളിയാണ് ഇവള്.
കാശ് കൊടുത്തിട്ട് ഇവള് ഡ്രസ്സ് വാങ്ങിക്കൂല. ഇവള് റീൽസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവള് കടയിൽ കയറി ഡ്രസ്സ് ഇട്ട് നോക്കുന്നവളാണ്. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ആ ഡ്രസ്സൊന്നും ഇവള് വാങ്ങിച്ചിട്ടും കൂടിയില്ല. അതിനാണ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ആ റൂമിൽ നിന്ന് മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുന്നത്. അല്ലാണ്ട് സിബ് പോയിട്ടാണ് അത്ര. സിബ് പോയ വസ്ത്രം ഇവള് എടുത്തോണ്ട് വന്നത്. ഈ ഫംഗ്ഷന് മുമ്പ് അത് ഇട്ടിട്ട് ഇവള് റീൽ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും സിബ് പോയിട്ടില്ലേ? അപ്പം ഇതുപോലത്തെ ഈ വൃത്തികെട്ട എവിടെ ചെന്നാലും തമ്മിത്തല്ലുണ്ടാക്കുന്ന ഈ ബഹളം വെക്കുന്ന ഈ സാധനത്തിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകൾ പൊതിരെ തല്ലി വിടുക എന്ന് മാത്രമേ, കുറ്റിച്ചൂല് കൊണ്ട് അടിക്കുക ഇവളെ. അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ വൃത്തികെട്ട സാധനത്തിന്.